Hello everyone, welcome to this session. I'm the moderator for this session. ഫോറസ്റ്റ് ഓഫീസറായി റിട്ടയറായ JR അനി സർ എഴുതിയ നാഗമാണിക്യം ഗജമുത്ത് വെള്ളിമൂങ്ങ വനം കള്ളക്കടത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ. അപ്പോൾ നമ്മുടെ ചർച്ചയുടെ ടൈറ്റിലും പുസ്തകത്തിൻ്റെ ടൈറ്റിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ടൈറ്റിലിൽ നിന്ന് തുടങ്ങാം. നാഗമാണിക്യം മുത്തശ്ശി കഥയിലും ഐതിഹ്യമാലയിലും സിനിമയിലും മിത്തിലും ഒക്കെ കൂടി മലയാളിക്ക് സുപരിചിതമായ ഒരു വസ്തുവാണ് ഈ നാഗമാണിക്യം. സാർ, എന്താണ് നാഗമാണിക്യം? അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? നമസ്കാരം മിഥുൻ. നാഗമാണിക്യം അല്ലെങ്കിൽ ഗജമുത്തു അല്ല, ഗജമുത്തെന്നാണ് അത് പ്രൊനൗൺസ് ചെയ്തതിനെ പറ്റി ഒരു ചെറിയ പ്രശ്നമാണ്. എന്താണ് നാഗമാണിക്യം? നാഗമാണിക്യം ആക്ച്വലി പുരാണ കാലം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് നാഗമാണിക്യം, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ തലയിലുള്ള കല്ലെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനെ സ്നേക്ക് പേളെന്നോ കോബ്ര ജ്വൽ എന്നോ ഒക്കെ പറയും നാഗമാണിക്യത്തിന്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവി കള്ളക്കടത്തിൻ്റെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ്ങിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ബാക്കിൽ ഇത്രയും ആൾക്കാരെ പറ്റിക്കുന്ന ഒരു വലിയ റാക്കറ്റുണ്ട്. അപ്പോൾ അവർ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ നാഗമാണിക്യം അല്ലെങ്കിൽ ഗജമുത്തെന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം പറയേണ്ടത് ഒരു പാമ്പിൻ്റെ ആയുസ് എത്ര വർഷം എന്നുള്ളതാണ്. പാമ്പിൻ്റെ ആയുസ് എത്ര വർഷം എന്നുള്ളതാണ്. ഇപ്പം നോർമലി നമ്മൾ നെറ്റിലുമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പാമ്പിൻ്റെ ആയുസ് 10 അല്ലെങ്കിൽ 15 കൊല്ലം മാത്രമേ ഉള്ളൂ. അപൂർവം ചില പൈത്തൺസ് അല്ലെങ്കിൽ കോബ്രാസ് 40 കൊല്ലം വരെ ജീവിച്ചിരുന്നതായിട്ടുണ്ട്. പക്ഷേ നോട്ട് ഇൻ ദ വിൽഡർനെസ്, അത് അണ്ടർ ക്യാപ്റ്റിവിറ്റി. ഇപ്പോൾ സൂയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വളർത്തുന്ന സ്ഥലങ്ങളിൽ അവർ 40 വർഷം വരെ ജീവിച്ചിരുന്നു. പക്ഷേ ഈ നാഗമാണിക്യം കച്ചവടം പറയുന്നത് പാമ്പിൻ്റെ ആയുസ് 1000 വർഷം എന്നാണ്. അപ്പോൾ അതിൽ അവർ പറയുന്ന പാമ്പിൻ്റെ തലയിൽ വിഷമുണ്ട്, അല്ലെങ്കിൽ പാമ്പിന് വിഷമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രത്യേകിച്ച് ഇവർ പറയുന്ന നാഗമാണിക്യം ബിലോങ്സ് ടു കോബ്ര, ഇന്ത്യൻ കോബ്ര അല്ലെങ്കിൽ സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ പാമ്പ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് 1000 കൊല്ലം ജീവിക്കുന്നു. അപ്പോൾ ഈ പാമ്പ് ഒരു 500 കൊല്ലമൊക്കെ ആകുമ്പോൾ പാമ്പ് യുവാവാണ്, ഓടി നടന്ന് ജീവികളെയൊക്കെ പിടിച്ച് തിന്നാം, അതിനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ ഈ അത്രയും അല്ലെങ്കിൽ 500-600 കൊല്ലമാകുമ്പോൾ പാമ്പിൻ്റെ തലയിലുള്ള ഈ വിഷം കുറുകി സോൾഡിഫൈ ചെയ്തിട്ട് അതൊരു അപൂർവ രത്നമായിട്ട് മാറുന്നു. അതാണ് നാഗമാണിക്യം. അപ്പോൾ ഈ രത്നത്തിന് ഈ പ്രകാശം എമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഇലൂമിനേറ്റിംഗ് ആയിട്ടുള്ള പവറുണ്ട് എന്നാണ് വൈപ്പർ. അപ്പോൾ എന്തിനാണ് പാമ്പിന് ഈ നാഗമാണിക്യം അല്ലെങ്കിൽ ഈ സ്നേക്ക് പേൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതായത് പാമ്പ് വയസ്സാകുമല്ലോ. അപ്പോൾ ഒരു 800 കൊല്ലം അല്ലെങ്കിൽ 850 കൊല്ലമൊക്കെ ആകുമ്പോൾ പഴയ പോലെ ജീവികളെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലാനുള്ള കഴിവ് പാമ്പിന് കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പാമ്പ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്സിലൊക്കെ വന്നിട്ട് ഈ നാഗമാണിക്യം പുറത്തോട്ട് ഛർദ്ദിച്ച് വയ്ക്കുമ്പോൾ പതുക്കെ ഇതിൽ നിന്നും ഈ ലൈറ്റ് എമിനേറ്റ് ചെയ്യും, പതുക്കെ ഇത് ഇലൂമിനേറ്റ് ചെയ്യും. ഈ ലൈറ്റ് കണ്ടിട്ട് ഈ തവളയോ മറ്റ് ഇൻസെക്ട്സോ ഒക്കെ വരും, എന്താണ് ഈ ലൈറ്റ് എന്നറിയാനായിട്ട്. അപ്പോൾ പാമ്പ് എന്ത് ചെയ്യുന്നു? വയസ്സൻ പാമ്പ് കൂടുതൽ ഓടാൻ വയ്യ, അപ്പോൾ ഒളിച്ചിരുന്നിട്ട് ഈ തവളയും ഇൻസെക്ട്സിനെയും ഒക്കെ ക്രിക്കറ്റ്സിനെയൊക്കെ പിടിച്ച് തിന്നുന്നു. വയറ് നിറയുമ്പോൾ പാമ്പ് തിരിച്ച് ഈ നാഗമാണിക്യം എടുത്ത് വിഴുങ്ങിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. അടുത്ത സ്ഥലത്തെന്ന് വെച്ചാൽ പിറ്റെന്നല്ല, അതിന് വിശക്കുന്ന സമയത്ത് ദ സെയിം പ്രോസസ് വിൽ റിപ്പീറ്റ്. ഛർദ്ദിച്ചു വയ്ക്കുന്നു, പോകുന്നു. ഇനി അടുത്ത ഒരു വിശ്വാസം, ഈ പാമ്പ് വയസ്സാവുമല്ലോ, ഒരു 950 വയസ്സ് വരെ കണക്കനുസരിച്ചിട്ട് വയസ്സാകുമ്പോൾ ചിലപ്പോൾ പാമ്പ് തീരുമാനിക്കുകയാണ്, ഓക്കെ മിഥുൻ നല്ലൊരു മനുഷ്യനാണ്, മിഥുൻ ഈ നാഗമാണിക്യം കൊടുത്തേക്കാം, എന്തായാലും എനിക്ക് മരിക്കണം. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? മിഥുൻ കാണത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും പറമ്പിൽ ഈ നാഗമാണിക്യം ഈ പാമ്പ് പോയി ഛർദ്ദിച്ചു വയ്ക്കും. സോ ദാറ്റ് മിഥുന് പിറ്റേന്ന് അത് കളക്ട് ചെയ്യാം. എന്നിട്ട് പാമ്പ് പോയിട്ട് സ്വച്ഛന്ത മൃത്യുവിനെ വരിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതിൽ തിരിച്ചൊരു കാര്യമുണ്ട് മിഥുൻ, ഈ പാമ്പിനെ ഞാൻ തല്ലിക്കൊന്നിട്ട് ഈ നാഗമാണിക്യം എടുത്തു കഴിഞ്ഞാൽ അത് കരിക്കട്ടയായി പോകും. അത് പിന്നെ ദുർനിമിത്തങ്ങളും ഈ ഒരുപാട് മിസറീസ് ഞാൻ നേരിടേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ വിശ്വാസം. ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതിപ്പോൾ ചോദിക്കാത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ കണ്ടൊരു കാര്യം പറയാം. നാഗമാണിക്യം മിത്താണ്, പറ്റിപ്പാണ്. എന്നിരുന്നാലും എൻ്റെ ഒരു സുഹൃത്ത് ഒരു DYSP ഉണ്ട്, ഇപ്പോഴുണ്ട്. അദ്ദേഹം SP ആയിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ഒരു ചെറിയ നെഞ്ചുവേദന വന്നിട്ട് അദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. നമ്മളെല്ലാം പോയി കണ്ടു. അപ്പോൾ എൻ്റെ മറ്റൊരു ഫ്രണ്ടുണ്ട്, പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗമാണിക്യം ഗജമുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിനിമം 25 ലക്ഷം രൂപയെങ്കിലും വീട്ടിൽ പൊടിച്ചിട്ടുള്ള ആളാണ്, എനിക്ക് പേഴ്സണലി അറിയാം, ഇറഡിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫ്രണ്ടുണ്ട്, അവൻ അത്രമാത്രം ശരിയല്ല, ഒരു കേസിലും വഴക്കിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവനെ പരിചയമുള്ള അവൻ്റെ കയ്യിൽ ഒരു നാഗമാണിക്യമുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ DYSPയെ കാണാനായിട്ട് പിറ്റേന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ പേവാർഡിൽ എത്തുമ്പോൾ ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ കോൺടാക്റ്റിൻ്റെ കയ്യിൽ
ഒരു ചെറിയ ചെപ്പിൽ, അപ്പോൾ എൻ്റെ ഈ DSP പിന്നെ പറഞ്ഞതാണ്, ഒരു ചെപ്പിൽ ഒരു സാധനം കൊണ്ടുവരില്ല, നല്ല പഞ്ഞി വെച്ചിട്ട് അതിനകത്ത് ഈ ഗോതമ്പിൻ്റെ ധാന്യം മാതിരി ഇരിക്കുന്ന ഒരു സാധനം കൊണ്ടുവരുന്നു. അതാണ് നാഗമാണിക്യം എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ ഇതെടുത്തിട്ട്, അന്ന് ലൈറ്റൊന്നുമില്ല, പകല എടുത്തിട്ട് ഈ DSPയുടെ നെഞ്ചിൽ 2-3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് പറഞ്ഞു, അളിയാ ഇനി പേടിക്കേണ്ടതൊന്നുമില്ല, നീ രക്ഷപ്പെടും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, DSPക്ക് പിന്നെ ആൻജിയോപ്ലാസ്റ്റിയോ ഒന്നും വേണ്ടി വന്നില്ല, പുള്ളി വീട്ടിൽ പോയി. അപ്പോൾ പുള്ളി പിന്നെ അതിനുശേഷം ഇപ്പം റിട്ടയർ ചെയ്തു SP ആയിട്ട്. പക്ഷേ ഞാൻ ഇനി മറിച്ചൊരു കാര്യം പറയാം, ഈ നാഗമാണിക്ക് ഈ എന്താണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ എനി മെഡിക്കൽ കോളേജ് ഇൻ കേരള ഏറ്റവും ഹൈ എൻഡ് ഫെസിലിറ്റീസ് ഉള്ള സാധനങ്ങളാണ്, എത്രയും കഴിവുള്ള ഡോക്ടർമാരുള്ളതാണ്. പക്ഷേ സമയത്ത് ചിലപ്പോൾ പാവപ്പെട്ട എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് ഒരേ കണക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അദ്ദേഹം ബീയിങ് എ DSP അദ്ദേഹത്തിൻ്റെ കെയർ ഓഫ് വെച്ചിട്ട് അദ്ദേഹത്തിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പോയത്. ഒരു പക്ഷേ ഒരു പ്രൈവറ്റ് കോളേജിലാണ്, മെഡിക്കൽ കോളേജിൽ അല്ല ഹോസ്പിറ്റലാണ് പോയെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ബൈപ്പാസും കൂടെ നടത്തി വിടുമായിരുന്നു. ഇത് ഒരു നാഗമാണിക്യത്തിൽ നമ്മൾ കൺഫ്രണ്ട് ചെയ്ത ഒരു സംഭവമാണ്. അടുത്ത ചോദ്യം അനിസാറിനോടല്ല, ഓഡിയൻസിനോടാണ്. ഓഡിയൻസിലുള്ള എത്ര പേർ ഗജമുത്ത് എന്ന സാധനം കേട്ടിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് മുമ്പ് വരെ? പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. കേട്ടിട്ടുണ്ടെങ്കിൽ കൈ പൊക്കാം. ഒരാൾ കേട്ടിട്ടുണ്ട്. ഇത്രയും പേരുള്ളതിൽ ഈ ചർച്ചയ്ക്ക് മുമ്പ് ഗജമുത്ത് കേട്ടിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാർ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. സാർ, എന്താണ് ഗജമുത്ത്? അതൊന്ന് വിസ്തരിക്കാം. ആക്ച്വലി ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമി.com യൂട്യൂബർ അവർ പോലും ആരും കേട്ടിട്ടില്ല ഗജമുത്ത് എന്ന് പറയുന്നത്. ഗജമുത്ത് എന്ന് പറയുന്നത് ഈ നാഗമാണിക്യത്തിൻ്റെ അത്രമാത്രം പ്രചാരം സിദ്ധിക്കാത്തൊരു സാധനമാണ്. ഗജമുത്ത് എന്ന് ഈ കള്ളക്കടത്തുകാരുടെ ഇടയിൽ പറയപ്പെടുന്ന വസ്തു ഈ മോഴയാനയുണ്ട്. മോഴാന, ടസ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പനാന, മോഴ എന്ന് വെച്ചാൽ കൊമ്പില്ലാത്ത ആണാന. ഫിസിയോളജിക്കലി അത് മെയിൽ എലിഫൻറ്റിയാണ്. അപ്പോൾ ഈ മോഴയാനയുടെ മസ്തകത്തിലുള്ള നോൺ ക്യാൻസറസ് ഗ്രോത്താണ് ഗജമുത്തെന്നാണ് വൈപ്പ്. കാരണം ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും നാൾ വർക്ക് ചെയ്തു. നമ്മളും പല ആനകൾ ചത്തപ്പോൾ, കാട്ടാന ചത്തപ്പോൾ ടസ്കേഴ്സിനും അല്ലെങ്കിൽ മോഴയ്ക്കും ഒക്കെ പോസ്റ്റ്മോർട്ടത്തിന് നമ്മളും പോയിട്ടുണ്ട്. ഇതുവരെ ഒരു വെറ്റിനറി ഡോക്ടറും ഗജമുത്തിനെ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തു ഉണ്ടെന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സ്ക്രീൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗജമുത്ത് ഒരു വലിയ ആഫ്രോഡിസിയാക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജകമാണെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഗജമുത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മണക്കാടുള്ള ഒരു ജോൽസിൻ്റെ വീട്ടിൽ ഈ ഗജമുത്തുണ്ടെന്നുള്ള വിവരത്തിൽ നമ്മളിങ്ങനെ പോയി. നമ്മൾ ഒരു വെറ്റിനറി ഡോക്ടറെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവർ ഒരു ഏതാണ്ട് ഉരുളക്കിഴങ്ങ് മാതിരിയുള്ള കട്ടിയുള്ള സാധനം പഞ്ഞിയിലൊക്കെ വെച്ചേക്കുന്ന എടുത്ത് കാണിച്ചു. അവർ പറഞ്ഞത് ഗജമുത്തെന്ന് പറയുന്നത് അതിനകത്തുള്ള സാധനമാണ്, പക്ഷേ ഇറ്റ് ഷുഡ് ബി സർജിക്കലി ഓപ്പൺ ബൈ എ വെറ്റിനറിയൻ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഗജമുത്ത് ശരിക്കും കരിക്കിൻ്റെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണമെന്നാണ്. ആ കരിക്കിൻ്റെ വെള്ളം 3 ദിവസം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ കരിക്കിൻ്റെ വെള്ളത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഈ ഗജമുത്തിനെ എടുത്ത് വയ്ക്കേണ്ടത് ആക്ച്വലി പച്ച വെറ്റിലയിലാണ്. വെറ്റിലയില്ലേ, അതിൻ്റെ ബിറ്റിൽ ലീവ്സില്ലേ, അതിൻ്റെ പച്ച വെറ്റിലയിലാണ് വയ്ക്കുന്നത്. അങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഗജമുത്ത് ടച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തെ ക്ലോറോഫിൽസ് അപ്പോൾ തന്നെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് ആ ഇലയുടെ വെയിൻസ് എല്ലാം തെളിഞ്ഞു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗജമുത്ത് ഇട്ട് വയ്ക്കുന്ന ഈ കരിക്കിൻ വെള്ളം കുടിക്കുന്നതിനാണ് കോടികൾ നമ്മൾ കൊടുക്കേണ്ടത്. അത് ഭയങ്കര ഒരു സെക്ഷലി എറോസിംഗ് ആയിട്ടുള്ള ആഫ്രോഡിസിയാക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള സാധനം എന്നാണ് വൈപ്പ്. പക്ഷേ ഞാൻ പറഞ്ഞ മതി, അതായത് ഒരു മതയാനയുടെ കരുത്തോടെ നമുക്ക് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടാമെന്നൊക്കെയാണ് പറയുന്നത്. മിക്കവാറും എല്ലാ വൈൽഡ് ലൈഫ് പ്രോഡക്ട്സിനും ഈ ആഫ്രോഡിസിയാക്കൽ എന്നുള്ള ഒരു ബ്രാൻഡ് അവർ അടിച്ചു കൊടുക്കും, ഒരു ടാഗ് ലൈൻ കൊടുക്കാറുണ്ട്. അത് മറ്റൊരു സത്യം. ആഫ്രോഡിസിയാക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പുസ്തകത്തിൽ ഗജമുത്തിനെ പറ്റി മാത്രമല്ല, ടൈഗർ പീനിസ്, ടൈഗറിൻ്റെ ജനനേന്ദ്രിയം വെട്ടി ഉണക്കി കള്ളക്കടത്തുകാർ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ആഫ്രോഡിസിയാക് സെക്ഷൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്നു എന്ന് ക്ലെയിം ചെയ്യുന്ന ഒട്ടനവധി വസ്തുക്കളെ പറ്റി ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഓഡിയൻസിനും നമുക്കുള്ള ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, എത്രയാവും ഇതിന്? സാറ് കോടികളുടെ കണക്ക് പറഞ്ഞല്ലോ. നാഗമാണിക്യം, ഗജമുത്ത്, ടൈഗർ പീനിസ്, വെള്ളിമൂങ്ങ, ഇരുതല മുരിപ്പാമ്പ്, ഇതിനൊക്കെ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ അവർ എത്രയാണ് കോട്ട് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്കെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അല്ല, ഈ ഇതുണ്ട്, ഇപ്പോൾ എന്താണ് ഈ ഗജമുത്ത് അല്ലെങ്കിൽ ടൈഗർ പെനിസ് അല്ലെങ്കിൽ ഈ ഡ്രൈഡ് ആയിട്ടുള്ള മറ്റേ സീ ഹോഴ്സസ്, കടൽ കുതിര, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര സെക്ഷൽ എറോസലിനുള്ള പവർ ഉണ്ടെന്നാണ് വിശ്വാസം. ഇതിനൊക്കെ തന്നെ ഇത് മിക്കവാറും ഇവർ പറയുന്നത് എന്തെന്നറിയാമോ, എല്ലാം ഈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിൻ്റെ ഇൻ്റഗ്രൽ പാർട്സ് ആണെന്നാണ് പറയുന്നത്.
ചൈനീസ് മെഡിസിൻ. കാരണം മിക്കവാറുമുള്ള ഈ കള്ളക്കടത്ത് സാധനങ്ങൾ അതിൻ്റെ ഈ സോഴ്സ് കൺട്രീസ് ആയിട്ട് നമ്മുടെ ഇന്ത്യ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ശരിക്കും ഇതെല്ലാം തന്നെ എത്തുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലാണ്. ഇപ്പം ചൈനയോ ഇന്തോനേഷ്യയോ മലേഷ്യയോ സിംഗപ്പൂരോ ഒക്കെ ഉള്ള മാർക്കറ്റ്സിലാണ് ഇത് കൂടുതൽ എത്തുന്നതെന്നാണ് വെപ്പ്. ഇപ്പോൾ ഈ വിലയെ പറ്റി ഇദ്ദേഹം ചോദിച്ചു. ആക്ച്വലി ഇറ്റ്സ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. കാരണം ഒന്ന്, ഗജമുത്ത് അല്ലെങ്കിൽ നാഗമാണിക്യം എന്ന് പറയുന്നത് മിത്താണ്, മനസ്സിലായില്ലേ? അതിനൊരു യാഡ് സ്റ്റിക്ക് ഇല്ല വില പറയാനായിട്ട്. ഇനി വില പറയുമ്പോൾ നമുക്ക് ആനക്കൊമ്പിൻ്റെ കാര്യം എടുക്കാം. ആനക്കൊമ്പ് പണ്ട് മുതൽ തന്നെ കാർവിങ്സിനും മറ്റും ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ പലപ്പോഴും ശരിക്കും ഈ കള്ളക്കടത്തുകാരുടെ ഇപ്പം നമുക്ക് ഇപ്പം നമ്മളുടെ പത്രം എടുക്കുമ്പോൾ കാണും രാവിലെ ആനക്കൊമ്പ് പിടിച്ചു അല്ലെങ്കിൽ എവിടെയെങ്കിലും പുലിത്തോല് പിടിച്ചു എന്നൊക്കെ. പക്ഷേ ശരിക്ക് ഇതൊരു വലിയ ഒരു ഹിമാനിയുടെ അറ്റം മാത്രമാണ്, ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. നമ്മൾ അൺഎർത്ത് ചെയ്യുന്ന സാധനങ്ങൾ അത്രമാത്രം ഒരു വലിയ റാക്കറ്റാണ് അതിൻ്റെ പിറകെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആനക്കൊമ്പിന്റെ കേസിൽ അവർക്ക് കോഡ് നെയിമും ഉണ്ടെന്ന് തോന്നുന്നു. ആനക്കൊമ്പിനെ സിഗരറ്റോ ട്യൂബോ. അതെ അതെ അതെ. അപ്പോൾ ഈ ആനക്കൊമ്പിന്റെ ഈ ഒരു റാക്കറ്റ്, ആനക്കൊമ്പ് കച്ചവടക്കാരുടെ അല്ലെങ്കിൽ വന്യജീവി കള്ളക്കടത്തുകാരുടെ ഒരു റാക്കറ്റിലോട്ട് നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ വെളിയിൽ നിന്ന് ചെന്നിട്ട് നമുക്കൊരാൾ കയറാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി റെഫറൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് നമ്മളുടെ ക്രെഡൻഷ്യൽസ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈവൻ ഇൻ്റർനെറ്റ് വാട്സപ്പിലൂടെയോ ടെലിഗ്രാമിലൂടെയോ ഒക്കെ ക്രയവിക്രയം ചെയ്യുന്ന സാധനങ്ങൾ പോലും നമ്മളുടെ ക്രെഡൻഷ്യൽസ് പരിശോധിച്ചിട്ട് മാത്രമേ അവർ നമ്മളതിലോട്ട് പെർമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് ശൃംഖലയിലോട്ട് അല്ലെങ്കിൽ ഈ ക്രൈം സിൻഡിക്കേറ്റിലോട്ട് കയറണമെങ്കിൽ കുറച്ച് പാടാണ്. അതിന് ആദ്യം നമ്മൾ എന്തറിയണം, നമ്മൾ കള്ളക്കടത്ത് കച്ചവടക്കാരനായിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അല്ലാതെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ട് അങ്ങോട്ട് എൻട്രി ഇല്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കച്ചവടത്തിനെ പറ്റി അറിയണം. ആനക്കൊമ്പ് ഇപ്പം ഞാൻ സപ്പോസ് ട്രിവാൻഡ്രത്ത് നിന്ന് ചെല്ലുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ ആനക്കൊമ്പ് കച്ചവടം നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറയും മുട്ടത്തറ, ചാക്ക അല്ലെങ്കിൽ ആനേറ, പേട്ട എന്നിവയുള്ള സ്ഥലങ്ങളിലായിരുന്നു കൂടുതൽ ആനക്കൊമ്പ് കച്ചവടം നടന്നിരുന്നത്. അവിടെയൊന്നും ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇവിടെ ഉള്ളവരൊക്കെ കാർവേഴ്സാണ്, ദെയർ ആർട്ടിസാൻസ്. അവർക്ക് അതിലുള്ള എക്സ്പെർട്ടീസാണ്. ദേ ആർ നോട്ട് ഹണ്ടേഴ്സ് ഓർ പോച്ചേഴ്സ്. അതൊരു കാര്യമുണ്ട്. അവരൊരിക്കലും ഒരു ആനയെ വെടിവെക്കാൻ പോയിട്ടില്ല. പിന്നെ നമുക്ക് പറയാം ഇവിടെ നിന്ന് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ ആന പോച്ചിങ്ങിന് വിധേയമാകുന്നതെന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. രണ്ടാമത്, നമുക്കിപ്പോൾ ഒരു ആനക്കൊമ്പിൻ്റെ കച്ചവടത്തിന് പോകുന്നു. ചേട്ടോ ആനക്കൊമ്പുണ്ടോ കയ്യിലെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതിന് അവരുടെ ചില കോഡ് നെയിംസ് ഉണ്ട് അവരുടെ പാർലൻസിൽ. അപ്പോൾ ഉദാഹരണത്തിന് ആനക്കൊമ്പിന് പറയുന്ന സിഗരറ്റ് എന്നാണ് പേര്, സിഗരറ്റ് അല്ലെങ്കിൽ ട്യൂബ് എന്ന് പറയും. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ആനക്കൊമ്പ് എന്ന് പറയത്തില്ല, പകരം അവൻ്റെ കയ്യിൽ ഒരു ട്യൂബുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നതിന് മുമ്പ് ഈ ആനക്കൊമ്പ് എന്ന് പറയുമ്പോൾ ഒരു ആനയ്ക്ക് 2 കൊമ്പുണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഒരു ആനയുടെ 2 കൊമ്പും കൂടെ ചേർത്ത് എത്ര കിലോ വരും? അപ്പം നമുക്ക് ചേട്ടാ ട്യൂബ് ഉണ്ടല്ലേ 100 കിലോ ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയാം നമുക്കിതിനെപ്പറ്റി അറിയില്ല. സാധാരണ ഒരു ആനയുടെ കൊമ്പ് ഒരു 2 കൊമ്പും കൂടെ ചേർത്തിട്ട് 15 to 30 കിലോയ്ക്ക് അകത്തേ വരുള്ളൂ. അപൂർവം ചിലത് 45 കിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും. ഇനി ആനക്കൊമ്പിന് വില പറയുന്നത് എങ്ങനെയാണ്? ആനക്കൊമ്പിന് കിലോ കണക്കിനാണ് വില പറയുന്നത്. അപ്പോൾ ഒരു കിലോയ്ക്ക് എത്ര വില രൂപ? അപ്പം മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 ഞാൻ നെയ്യാറിൻ്റെ റേഞ്ച് ഓഫീസറായിരുന്ന സമയത്തൊക്കെ 5000 to 8000 അല്ലെങ്കിൽ 15000 രൂപ വരെയൊക്കെയാണ് കിലോയ്ക്ക് വില പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മലയാറ്റൂർ ആനവേട്ട കേസുമൊക്കെ വന്നതിന് ശേഷം ആനക്കൊമ്പിന് സാധാരണ 50000 1 ലക്ഷം രൂപ വരെ അവർ വില പറഞ്ഞു തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കുള്ള ആളാണോ അതോ നമ്മളെ പിടിക്കാനായിട്ട് വന്ന ഉദ്യോഗസ്ഥൻ വേഷം മാറി വന്നതാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആനക്കൊമ്പ് കിലോ 10 ലക്ഷം രൂപ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ ഒരിക്കലും അത് വാങ്ങത്തില്ല. അവൻ ഔട്ട്റൈറ്റ് ആയിട്ട് വേണ്ടാന്ന് പറയും. അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ക്രെഡൻഷ്യൽസിൽ അവർക്ക് വിശ്വാസം വേണം. പിന്നെ രണ്ടാമത്, ഈ പറഞ്ഞ കടുവത്തോല്, പുലിത്തോല്, ഈ കടുവത്തോലിനും പുലിത്തോലിനും കോമൺ ആയിട്ട് പറയുന്ന പേര് ഉടുപ്പെന്നാണ്. ഷർട്ട് അതിൻ്റെ തൊലി എന്നുള്ള രീതി ഉടുപ്പെന്നാണ് ടൈഗർ സ്കിന്നും ലെപ്പേർഡ് സ്കിന്നും പറയുന്നത്. അതിൽ തന്നെ വ്യത്യാസം എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വെച്ചാൽ, കടുവത്തോലിന് സ്ട്രൈപ്സ്, അതായത് വര എന്ന് പറയും. വര, അതായത് കടുവയ്ക്ക് വരയാണല്ലോ ഉള്ളത്. പുലിക്ക് പുള്ളി എന്ന് പറയും. പുള്ളി ഉടുപ്പ് അല്ലെങ്കിൽ വരയൻ ഉടുപ്പ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഉടുപ്പുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചോദിക്കേണ്ടത് പുള്ളിയോ വരയോ. ഇപ്പോൾ വരയാണെങ്കിൽ ഇപ്പോൾ കടുവയുടെ ഉടുപ്പിന് അല്ലെങ്കിൽ തോലിന് എത്ര നീളം വരും? അതിന് കടുവത്തോലും പുലിത്തോലും വില പറയുന്നത് അടിക്കണക്കിനാണ്, നീളം കണക്കിനാണ്, കിലോയ്ക്കല്ല വില പറയുന്നത്. അപ്പോൾ ഒരു കടുവത്തോല് എത്ര നീളം വരും? സാധാരണ രീതിയിൽ ഒരു കടുവത്തോല് ഇൻക്ലൂഡിങ് വാല്
ഒരു 9 മീറ്റർ അല്ല 9 അടിയോ 9.5 അടിയോ ചിലപ്പോൾ 10 അടി വരെ പോകാം. അല്ലാതെ 15 മീറ്ററുള്ള കടുവ വരില്ല. അതേമാതിരി തന്നെ പുലിയാണെങ്കിൽ ഒരു 6.5 അടി അല്ലെങ്കിൽ 7 അടി, അപൂർവം ചിലത് 8 വരും, പക്ഷേ ജനറലി ഇത്രയൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ ഇനി വില പറയുമ്പോൾ ഈ കടുവത്തോലിന് അടിക്കണക്കിന് മുമ്പ് വില പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്കറിയത്തില്ല, മുമ്പ് വില പറഞ്ഞുകൊണ്ടിരുന്നത് 2.5 ലക്ഷം 3-3.25 ലക്ഷം രൂപയാണ് അടിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അടി ഇൻറ്റും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അത് വേറെ. അപ്പോൾ അതേമാതിരി പുലിക്ക് അല്ലെങ്കിൽ പുള്ളിക്ക് വില പറഞ്ഞുകൊണ്ടിരുന്നത് 1 ലക്ഷം രൂപ ടു 1.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഈ പല രീതിയിലും വില പറയുന്നത്. പക്ഷേ വില ഒരിക്കലും ഇപ്പം നാളെ നിങ്ങൾ ഒരിക്കലും പറയരുത് ജയഹരണി വന്നിട്ട് കടുവയ്ക്ക് ഇത്ര വില, അങ്ങനെ ഒരിക്കലും ഒരു വിലയില്ല. ഇതെല്ലാം ബാൻഡായിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ബ്ലാക്ക് മാർക്കറ്റിൽ കച്ചവടം ചെയ്യുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള വില പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസേഴ്സിന് അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ വശം വേണമെന്ന് മനസ്സിലായി. എങ്കിലല്ലേ ഇവർക്കിടയിൽ ഇംപേഴ്സണേറ്റ് ചെയ്യാനും നുഴഞ്ഞു കയറാനും പറ്റുള്ളൂ. അപ്പോൾ സാറ് ഈ പുസ്തകത്തിൽ ഒത്തിരി രസകരമായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കള്ളക്കടത്തുകാരെ പിടിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ. അതിൽ ഏറ്റവും രസകരമായി തോന്നിയ അനുഭവം എന്താണ്? അതിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളുടെ ഇപ്പോൾ ഞാൻ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റാഫ്, പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകളുടെ കഴിവാണ് നമ്മൾ ആ സമയത്ത് റെക്കോർഡ് നമ്പർ ഓഫ് സീഷേഴ്സ് ഇതെല്ലാം നടത്തിയത്. അല്ലെങ്കിൽ അതിൻ്റെ ബേസിലാണ് ഞാൻ ആക്ച്വലി ആ ബുക്ക് എഴുതിയത് പോലും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവർക്കാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഒരു അനിൽ എന്ന് പറഞ്ഞ ഒരു ഓഫീസർ, അപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം നമുക്കൊരു ന്യൂസ്, ഒരു വിവരം കിട്ടുന്നു. അത് വിവരം പല രീതിയിൽ വരാം. മിക്കവാറും ഈ ഇപ്പോൾ പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും വനമാണെങ്കിലും ഒക്കെ തന്നെ ഈ പിടിക്കുന്നത് മിക്കവാറും അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റയാണ് പിടിക്കുന്നത്. ആരെങ്കിലും ശത്രുത കൊണ്ടോ മറ്റോ വിളിച്ചു പറയുമ്പോഴായിരിക്കും നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ന്യൂസ് കിട്ടിയിട്ട് നമ്മൾ മൂന്നാർ പോവുകയാണ്. അപ്പോൾ ഈ ഒറ്റുന്നതിൽ തന്നെ പല രീതിയിലുണ്ട്. ചിലർ വളരെ കവർട്ടാണ്. അവർ പറയും ദയവ് സാർ എൻ്റെ പേര് പറയരുത്, ഞാൻ ദൂരെ മാറി നിന്നോളാം. ചിലർ വരുക പോലുമില്ല. അപൂർവം ചില ഒറ്റുകാരെന്ത് ചെയ്യും, പൈസയ്ക്ക് വേണ്ടിയാണെങ്കിലും അവർ വരികയും ചെയ്യും. ഈ ഓപ്പറേഷനിൽ നമ്മളുടെ കൂടെ ചിലപ്പോൾ ഫിസിക്കലി ഇവനെ വല്ല എതിർക്കുകയാണെങ്കിൽ ഇവനെ പിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഒറ്റുകാരുണ്ട്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ ഒറ്റുകാരിൽ ഒരാൾ, അദ്ദേഹത്തിന് നമ്മൾ ഒരു യക്ഷി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ബുക്കിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ പറ്റി. അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ ആരുമായിട്ട് യാതൊരു ഡെഡിക്കേഷനും ഇല്ല, നമ്മളെ വേണമെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു ഓക്കെ മൂന്നാർ വന്നാൽ മതി, കടുവത്തോലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ എല്ലാ ടീം മൂന്നാർ എത്തുകയാണ്. മൂന്നാർ എത്തുമ്പോൾ അവർ പറയുന്നു മൂന്നാറല്ല മറയൂരാണ് സാധനം സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ മറയൂരോട്ട് പോകുന്നു. മറയൂർ ഫോറസ്റ്റിൻ്റെ റെസ്റ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ താമസിക്കുന്നു. അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ വയ്ക്കുന്നു. വച്ച് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല ചിന്നാറാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമുക്കതിലെന്തോ ഒരു ഫൗൾ പ്ലേ തോന്നി. കാരണം ഇതിങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് നേരെ ശരിക്കും നമ്മൾ ഈ അണ്ടർ കവർ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് കേരളത്തിനകത്തേ നമ്മൾ ചെയ്യാറുള്ളൂ. തമിഴ്നാട്ടിലോട്ട് കടന്നു കയറി നമ്മൾ ചെയ്യാറില്ല. അവർക്ക് അവരുടെ വിങ്ങുണ്ട്. പിന്നെ അതുമല്ല നമ്മൾ ചോദിച്ചാൽ അവരുടെ എക്സാക്ട് കോപ്പറേഷൻ ഒരേ കണക്കാവണമെന്നില്ല, പോലീസിൻ്റെ ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പറ്റത്തില്ല, തമിഴ്നാട്ടിലോട്ട് കടന്നുള്ള ഓപ്പറേഷൻ നമ്മളില്ല. അപ്പോൾ പുള്ളി ഒരു പ്രശ്നമില്ല, അത് നമുക്ക് എസ് വളവ് വരെ പോകാമല്ലോ. അതായത് ചിന്നാർ കഴിഞ്ഞുള്ള ജംഗ്ഷൻ. നമ്മൾ പറഞ്ഞു എസ് വളവിൽ പോയാലും എവിടെ പോയാലും ചിന്നാറിനകത്ത് വെച്ചുള്ള ഓപ്പറേഷനേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു ഓക്കെ എൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യും, ഒരാൾ എൻ്റെ കൂടെ ബൈക്കിൽ വരിക, നമ്മൾ പോയി കടുവത്തോൽ ഉറപ്പിച്ചിട്ട് നിങ്ങൾ പൈസ കൊണ്ടുവരണം എന്ന വ്യാജേന നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പുള്ളിയുടെ കൂടെ അനുകൃഷ്ണൻ എന്നൊരു സ്റ്റാഫിനെയും കൂടെ കയറ്റി നമ്മളെ വിടുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ചിന്നാറോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്നാറോട് പോയി അനുവിനോട് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു, പുള്ളി ഇവനിങ്ങനെ തമിഴ്നാട്ടിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, സാധനം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിയുക എന്ന് പറഞ്ഞാൽ വിട്ടത്. പക്ഷേ ഈ സംസാരിച്ച് അപ്പോൾ ഈ ചിന്നാരത്തിൽ പോയി പറഞ്ഞു എസ് വളവ് തൊട്ടപ്പുറത്ത് അവരവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെ മൊബൈൽ റേഞ്ച് വളരെ കമ്മിയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ റഡാറിൽ നിന്ന് വിമാനം പോകുന്ന കണക്ക് ഈ അനുവുമായിട്ടുള്ള എല്ലാ കോൺടാക്ട്സും വിട്ടുപോയി. അപ്പോൾ നമ്മൾ മറയൂരിൽ നിന്ന് ചിന്നാറോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വഴിയിൽ മുഴുവൻ ഈ പുള്ളിയെ വിളിക്കുന്നുണ്ട് കോൺടാക്റ്റ് കിട്ടാനായിട്ട്. അവസാനം ഒരു പോയിന്റിൽ വെച്ച് പുള്ളിയെ കിട്ടുന്നു. അപ്പോൾ പുള്ളി പറയുന്നു തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ പിടിയിലാണ് എന്ന് മാത്രം പറയുന്നു. ഫോൺ കട്ടാവുന്നു. പിന്നെ വിളിച്ച് ഫോൺ റിങ് ചെയ്യുന്നു, പക്ഷേ എടുക്കുന്നില്ല. അപ്പം നമുക്ക് സംഭവത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കേരളത്തിൽ ഇവിടെ ചീഫ് വൈൽഡ് വാർഡനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പറഞ്ഞു തമിഴ്നാട് കൗണ്ടർ പാർട്സിനെ കോൺടാക്ട് ചെയ്തിട്ട് പറയുക ഇങ്ങനെ ഒരു പ്രശ്നം, തമിഴ്നാട് ഫോറസ്റ്റ് നമ്മളെ പിടിച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് വരണതിന് മുമ്പേ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചു. അതിനടുത്തെന്ന് വെച്ചാൽ ഉടുമൽപേട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തിയിട്ട് അപ്പം നമ്മൾ മഫ്തി വേഷത്തിലാണല്ലോ, ഈ യൂണിഫോമിലല്ലല്ലോ ഈ ഓപ്പറേഷന് പോകുന്നത്.
അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റേഞ്ച് ഓഫീസിൽ നമ്മൾ ചെന്ന് മറ്റേ നമ്മൾ റേഞ്ച് ഓഫീസറാണ് DFO എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ ഉക്കാറുങ്കോ എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാമെന്നായിരുന്നു. പെട്ടെന്ന് അവിടെ റേഞ്ച് ഓഫീസ് സൈഡിലൊരു കാർഡ്ബോർഡ് പെട്ടിയിൽ ഒരു കടുവത്തോൽ മടക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതാണല്ലേ സാധനം എന്ന് പറഞ്ഞിട്ട് ചെന്നു. തൊടാൻ നേരത്ത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരാൾ വന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ശക്തമായിട്ട് ഇങ്ങനെ പിടിച്ചു. സാർ അവസരപ്പെട വേണ്ട, അരസാംഗം മുടിവെടുക്കണ മാതിരി താൻ എല്ലാമേ നടക്കപ്പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് സംഭവത്തിൻ്റെ ആ ഒരു ടോൺ കേട്ടപ്പോൾ തന്നെ ഞാൻ പതുക്കെ വിട്ടിട്ട് ഒരു മൂലയിൽ പോയി നിന്നു. പക്ഷേ അവസാനം ഇതേമാതിരി ഇവിടെ നമ്മൾ വനം വകുപ്പ് ഓഫീസ് ആസ്ഥാനത്ത് നിന്ന് തമിഴ്നാട്ടിലൊക്കെ അറിയിച്ചു നമ്മൾ ജെനുവിനായിട്ട് ഫോറസ്റ്റുകാരാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവർ നമ്മളുടെ യക്ഷിയെയും നമ്മളുടെ അനൂകൃഷ്ണനെയും വിട്ടു തരുന്നത്. പക്ഷേ ആ സമയത്തേക്കും നമുക്കിത് പറഞ്ഞ് ചിരിക്കാമെങ്കിലും അവർ കുറച്ച് അവരെ ഷേപ്പ് മാറിയ രീതിയിലായിരുന്നു ഇത് ഒരു ചെറിയ, അതായത് നമ്മൾ സസ്പെക്ട്സിനെ കൈ കിട്ടിയ പെരുമാറുന്നത് പോലെ അവരും ചെയ്തു. പെരുമാറുക എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ, പക്ഷെ പെരുമാറുന്നതല്ല, പക്ഷേ ഈ നമ്മൾ സബ്മിഷന് വേണ്ടി പിടിക്കാനായിട്ട് മതിയായ ബലപ്രയോഗം നടത്തേണ്ടി വന്നാൽ ചെയ്യാറുണ്ട്. അതൊരിക്കലും പർപ്പസ്ഫുള്ളി വെഞ്ചിൻസോട് കൂടി ഇടിക്കുന്നതല്ല. നമ്മൾ ഇത്രയും രസകരമായി പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഇത്രയും കോമഡി ഉണ്ടെങ്കിലും നമ്മൾ ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് മറക്കാൻ പാടില്ല. എന്നിരുന്നാൽ ഇത്രയും മിണ്ടാപ്രാണികളെ ടോർച്ചർ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഓരോ വസ്തുക്കളാക്കി വിൽക്കുന്നു. ഇത് നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, എന്തിന്, ആർക്ക് വേണ്ടി? പ്രത്യേകിച്ച് കോടികൾ ചെലവാക്കി വിദ്യാഭ്യാസവും വിവരവും പണവും ഉള്ള മലയാളികൾ, പ്രബുദ്ധർ എന്ന് അവകാശപ്പെടുന്ന പ്രബുദ്ധരായ നമ്മൾ മലയാളികൾ എന്തിനീ കള്ളക്കടത്തിന് ചെന്ന് നിന്നു കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിൽ സാറിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് കേട്ടാൽ കൊള്ളാം. അതുപോലെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, സാർ ഈ പറഞ്ഞതിൽ നിന്നും ഈ പുസ്തകത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വന്യജീവി കള്ളക്കടത്ത് എന്ന് പറയുന്നത് സൂപ്പർസ്റ്റിഷൻ്റെയും സ്യൂഡോ സയൻസിൻ്റെയും ഒരു അൺഹോളി നെക്സസ് എന്ന് ഉത്ഭവം കൊണ്ടതാണ് അല്ലേ? ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇരുതലമൂരി പാമ്പിന് ഇറിഡിയം ഉണ്ട് എന്ന് അതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട്, വെള്ളിമൂങ്ങയ്ക്ക് ഇറിഡിയം ഉണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നവരുണ്ടെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. എന്തുകൊണ്ട് ഇറിഡിയം? പീരിയോഡിക് ടേബിളിൽ വേറെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്, അതിൻ്റെ കസിൻസ് റേഡിയം ഉണ്ട്, പൊളോണിയം ഉണ്ട്, യുറേനിയം ഉണ്ട്. പക്ഷേ ഇറിഡിയം ഇരുതലമൂരിക്ക്, ഇറിഡിയം വന്യജീവി കള്ളക്കടത്തുകാർക്കും കസ്റ്റമേഴ്സിനും ഒരു വീക്ക്നെസ് ആണ്. ഇറിഡിയം വിട്ടൊരു കളിയില്ല. അതുപോലെ സെക്ഷൽ മെഡിസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ക്യാൻസർ ക്യൂർ ചെയ്യും, അൾഷിമേഴ്സ് ക്യൂർ ചെയ്യും എന്നല്ല പറയുന്നത്. ടൈഗർ പീനിസും ഗജമുത്തും ഒക്കെ കഴിച്ചാൽ സെക്ഷലി ഉത്തേജകം കൂടും എന്നാണ് പറയുന്നത്. അതും നമ്മുടെ ഒരു സൈക്കിയുടെ ഒരു പോസിറ്റീവ്, ഒരു ഫാസിനേറ്റിംഗ് ആസ്പെക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. കാരണം മഹാനായ എഴുത്തുകാരൻ ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുണ്ട്, എവറിത്തിങ് ഇൻ ദ വേൾഡ് ഇസ് അബൌട്ട് സെക്സ് എക്സെപ്റ്റ് ഫോർ സെക്സ്, സെക്സ് ഇസ് അബൌട്ട് പവർ എന്നാണ് ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സെക്ഷുവാലിറ്റിയുടെ ഉള്ള ഒരു അൺനാച്ചുറൽ ഒബ്സഷൻ, എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു ഒബ്സഷൻ നമ്മൾ പ്രബുദ്ധരായ മലയാളികളിലും കാണുന്നു അല്ലേ? ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സയന്റിഫിക്കലി വാലിഡ് മരുന്ന് കഴിക്കുന്നതിന് പകരം ടൈഗർ പീനിസും ഗജമുത്തും കഴിച്ച് ഉത്തേജകാവസ്ഥ നേടാൻ ശ്രമിക്കുന്നു. അതുപോലെ ഇരുതലമൂരിയെ പിടിച്ച് ഇറിഡിയം നേടാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട്? സൂപ്പർസ്റ്റിഷനും സ്യൂഡോ സയൻസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ പറ്റി സാറിന് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ ഈ തട്ടിപ്പിന് ഇരയാകുന്നത്? ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഈ കൊച്ചുനാളിലൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഉപ്പൂറ്റി അല്ലെങ്കിൽ മടം വെടിച്ചു കയറിയ സ്ഥലത്ത് പന്നി നെയ് തേക്കണമെന്ന് പറയും അല്ലേ? അതേമാതിരി തന്നെ ഈ ശ്വാസം മുട്ടുള്ള കൊച്ചുങ്ങൾക്ക് ഉടുമ്പിൻ്റെ നെയ് ചായയിലോ എന്തെങ്കിലുമൊക്കെ ഇറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസം നമ്മളുടെ സമൂഹത്തിലൊക്കെ മുമ്പേ തന്നെ വളരെ പ്രബലമാണ്. അതാണ് ഒരു കാര്യം, ബിലീഫ്. പിന്നെ അതിൽ ഈ ജസ്റ്റ് ബിക്കോസ് ഓഫ് ഈ മെഡിസിനൽ പ്രോപ്പർട്ടീസ്, മയിലെണ്ണ തേച്ചാൽ ഈർക്കിൽ ഫുള്ളായിട്ട് വളയും, അതേപോലെ നമ്മളുടെ ബോഡിയും വളയും എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സൈഡ്. പിന്നെ രണ്ടാമത് ഈ പല ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ഒക്കൾട്ട്, ഈ ആഭിചാരക്രിയകൾക്ക് ഇരുതലമൂരിയുടെയും വെള്ളിമുങ്ങയുടെയും ഒക്കെ പ്രസൻസ്, ചില ജീവികളുടെ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ വളരെ ആവശ്യമാണെന്ന് പറയുന്നു. അതേമാതിരി തന്നെ ഗുഡ്ചാമായിട്ട്, അതായത് ഈ വളരെ ഓസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ധനാഗമ മാർഗം അല്ലെങ്കിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന സാധനങ്ങളായിട്ട് വെള്ളിമൂങ്ങയോ ഇരുതലമൂരിയോ അല്ലെങ്കിൽ കുട്ടിത്തേവാങ്കോ ഒക്കെ വയ്ക്കാറുണ്ട്. പിന്നെയുള്ളത് കുറേ ഈ പല പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പഴയ വാനിറ്റി ബാഗ്സ് ഈ സിംഗപ്പൂരൊക്കെ പോയിട്ട് വരുമ്പോൾ ആൾക്കാർ കൊണ്ടുവരുന്നത് കോബ്ര സ്കിന്നിലും പൈത്തൺ സ്കിന്നിലും ഉള്ള വാനിറ്റി ബാഗ് അല്ലെങ്കിൽ ബെൽറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ വന്യജീവികളെ ഈ വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ് നടക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയും. കാരണം പലപ്പോഴും ഈ പ്രോഡക്ട്സ് നമ്മളുടെ ഔട്ട്റൈറ്റായിട്ട് നമ്മൾ ഈ വിവരം കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വീട്ടിൽ ഇടിച്ചു കയറിയ ഈ സാധനം കിട്ടണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. കാരണം ഒരു പ്രാവശ്യം കോന്നി, വടശ്ശേരിക്കര കോന്നി ഭാഗത്ത് ഉള്ള ഒരു സ്ഥലത്ത്, കാടിനകത്തുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കാടിനകത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു കരടി രാഘവൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ലുങ്കിയാണ് ഉടുത്തേക്കുന്നത്,
ഒരു കുറുകി അധികം പൊക്കമില്ലാത്ത മനുഷ്യനാണ്. നെഞ്ചിൽ ഇവിടെ മാത്രം കുറച്ച് രോമമുണ്ട്, നരച്ചത്ത്, തലമുടി പോതാതെ ഇങ്ങനെ നിൽക്കുന്നു, ഊശാൻ താടിയുണ്ട്, മീശ പിരിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു മറുകുണ്ട്, ഇവിടെ കരടി മാന്തിയ ഒരു പാടുണ്ട്. പക്ഷെ അത് ഡ്യൂക്കോസ് അത് നികന്നു പോയി ഈവൻ്റൻ. അപ്പോൾ അത്തരത്തിലൊരു മനുഷ്യൻ. അപ്പോൾ അവിടെ ഇതേ കള്ളത്തോക്ക് ഉണ്ടാക്കി വിൽക്കും എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു റാക്കറ്റിൽ ഇതേമാതിരി കയറിയിട്ട് ഈ അനിൽ അവിടെ ഈ അദ്ദേഹത്തിൻ്റെ തോക്ക് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം അനിൽ പറഞ്ഞ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഒരു 3 കിലോമീറ്റർ അല്ല 1.5 കിലോമീറ്റർ മറ്റോ നടക്കാറുണ്ട് ഉള്ളിലോട്ട്, പുള്ളിയുടെ അടുക്കോട്ട്. അപ്പോൾ ബൈക്കിൽ ചെന്നിട്ട് ഈ ദൂരം നടക്കുകയാണ് വേറൊരു മിഡിൽ മാനുമായിട്ട്, ഒരു ഇടനിലക്കാരനുമായിട്ട്. അപ്പോൾ ഈ പോകുമ്പോൾ പെട്ടെന്ന് ഒരു വെടിയുടെ സൗണ്ട്, പെട്ടെന്ന് ഈ ചെവിയുടെ മുകളിൽ കൂടെ എന്തോ സൗണ്ട് കണക്ക് എന്തോ പോകുന്നു. പെട്ടെന്ന് കാടല്ലേ ഭയങ്കരമായിട്ട് എക്കോ എടുക്കുന്നു. മറ്റേ മൃഗങ്ങളുടെ മറ്റേ കുരങ്ങൊക്കെ മരങ്ങൾ ചാടുന്ന ഒച്ച ഇങ്ങനെ കേൾക്കുന്നു. അപ്പം നോക്കുമ്പോൾ ഇദ്ദേഹം ഈ ഒരു ഇരട്ടക്കുഴൽ തോക്കിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുകയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഗർവിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആലോചിച്ച് നോക്കുക, എൻ്റെ എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റത്തിന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് അതിനകത്ത്. ഇത്ര ഓപ്പണായിട്ട് പകൽ അദ്ദേഹം ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്നിട്ട് ഈ ആളിനെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് ഗൗരവത്തിലാണ് കൊണ്ടുവന്നിട്ട് തോക്കിൻ്റെ കാര്യം സംസാരിച്ചു. വിലയൊക്കെ ശരിയായപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ച് ദൂരെയുള്ള ഒരു മരുതി മരത്തിൽ ഒരു കരടിയെ പോലെ അള്ളിപ്പിടിച്ച് കയറിപ്പോയി ഒരു 20 അടി പൊങ്ങിയിട്ട് ഒരു പൊത്തിൽ നിന്നും ഈ പോളിത്തീൻ ഷീറ്റ് പൊതിഞ്ഞൊക്കെ വെച്ചിരുന്ന ഒരു നാടൻ കുഴൽ മീൻസ് തോക്ക്, നാടൻ തോക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു. ഒരു വിജയ ശ്രീലാളിതനായിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ തോക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഈ വന്യജീവി കള്ളക്കടത്തിലുള്ള സാധനങ്ങൾ റെയ്ഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അവരുടെ കൂടെ സംസാരിച്ച് അവർക്ക് നമ്മളുടെ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ഇതിൽ വിശ്വാസം വന്നിട്ട് അവർ ഈ സാധനം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള റെയ്ഡിലൂടെ പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒരു പൈസയുടെ ഒരു കാര്യം, പക്ഷെ അതിന് സമയം പരിമിതിയാണ്. ഓക്കെ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും മിഷനും ആണ് നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെന്ന് ഇതിലൂടെ മനസ്സിലാവുന്നല്ലോ. ഒട്ടുമിക്ക സിനിമകളിലും ഫോറസ്റ്റ് ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും ആണ് എന്നുള്ളൊരു കാരിക്കേച്ചർ വേർഷനാണ്. അത് പൊളിച്ചെടുക്കാൻ JR അനി സാറിൻ്റെ വാക്കുകൾ സഹായിച്ചു. അതിന് യു ഡിസേർവ് എ ലോട്ട് ഓഫ് അപ്രിസിയേഷൻ സാർ. ഞാൻ പറഞ്ഞു ആനക്കൊമ്പിനും കടുവത്തോലിനും വില പറയുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചാണ് സാറിൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ വില ഉള്ള സാധനം ഏതാണെന്ന്. ഇതെല്ലാം കള്ളമാണ്, പക്ഷേ ഇരുതല മൂരിയാണ് നമ്മളുടെ സാധാരണ ലെവലിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വില ചോദിച്ചിട്ടുള്ള സാധനം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഇരുതല മൂരിക്കെന്നല്ല ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് പ്രോഡക്ട്സിന് എല്ലാം തന്നെ ഇറിഡിയം ഉണ്ടെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ പണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കേട്ട ഒരു പേരാണ് റൈസ് പുള്ളിങ് എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജനറേഷൻ മുമ്പുള്ള ജനറേഷൻ പരിചയം കാണും. ഇപ്പോൾ റൈസ് പുള്ളിങ് എന്ന് പറയുന്നത്, റൈസ് പുള്ളേഴ്സ് എന്ന് പറയുന്നത് പഴയ നമ്മളുടെ ഓട്ടുപാത്രങ്ങൾ, നമ്മൾ തട്ടിൻപുറം എന്ന് പറഞ്ഞ വീട്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ക്ലാവ് പിടിച്ച പാത്രങ്ങൾ കൊണ്ട് തട്ടിൻപുറത്തിട്ടേക്കും. അപ്പോൾ അങ്ങനെ തട്ടിൻപുറത്തൊക്കെ ഉള്ള പാത്രങ്ങളിൽ ഈ ഇടിയും മഴയും മിന്നലും ഉണ്ടാകുമ്പോൾ ഈ മിന്നലേൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടുപാത്രങ്ങളിൽ ഈ റേഡിയോ ആക്റ്റീവ് ഇറിഡിയം ഇൻഡ്യൂസ് ചെയ്യപ്പെടുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ മിഥുൻ ചോദിച്ച കണക്ക് വൈ ഇറിഡിയം, എന്തുകൊണ്ട് പ്ലൂട്ടോണിയം യുറേനിയം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല? അപ്പോൾ ഈ ഇറിഡിയത്തിൽ തന്നെ IR 191 ഉണ്ട്, 93 ഉണ്ട്. അത് 2 റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് അല്ല. 192 ആണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ്. അപ്പോൾ എന്തുകൊണ്ട് ഈ 192 തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. പക്ഷേ ഈ ഇറിഡിയം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ തരത്തിലുള്ള ഇറിഡിയമുള്ള പാത്രങ്ങൾക്ക്, ഓട്ടുപാത്രങ്ങൾക്ക് അരിമണികളെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്നാണ് വൈപ്പ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് ഇങ്ങനെ പല ഡിസ്റ്റൻസ് ചെയ്യുന്ന അരിമണികളെ ഒരു പാത്രം ഒബ്ജക്റ്റ് അട്രാക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അതിന് വില കൂട്ടി പറയുന്നത്. അപ്പോൾ ഈ ഇറിഡിയം കണ്ടൻറ്റ് ഈ ഇരുതലമൂരി പാമ്പിലും എന്ന് വെച്ചാൽ മറ്റതിലും ഒക്കെ ഉണ്ട്. വെള്ളിമൂങ്ങയിലുണ്ട്. ഇപ്പോൾ വെള്ളിമൂങ്ങയിൽ ഉദാഹരണത്തിന് വെള്ളിമൂങ്ങയിൽ ഇറിഡിയമുള്ള വെള്ളിമൂങ്ങയ്ക്ക് നേരെ നിറതോക്ക് വെച്ച് വെടിവെച്ചാൽ പൊട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നിറതോക്കുമായിട്ട് പോകുന്നില്ല വെടിവെക്കാൻ, വെള്ളിമൂങ്ങയെ വെടിവെക്കാൻ പോകുന്നില്ല. അപ്പോൾ അതേമാതിരി തന്നെ ഈ ഇറിഡിയമുള്ള വെള്ളിമൂങ്ങയ്ക്ക് നേരെ കണ്ണാടി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിബിംബം പതിയില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മിറർ ടെസ്റ്റ്. ഇനി ഇറിഡിയമുള്ള നക്ഷത്രാമയുടെ വിരലിനടുക്ക് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കാണിച്ചാൽ അത് സ്വയം തീ കത്തും. ഓട്ടോ ഫയർ ടെസ്റ്റ്. ഇവരുടെ ഡിക്ഷണറിയിലുള്ള വാക്കുകളാണ് ഈ പറയുന്നത്. ഇതിനൊക്കെ ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്നാണ് സാർ പറയുന്നത്. ജനറലി ഇതിന് പറയുന്ന ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്നാണ്. ഇപ്പൊ ഈ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗജമുത്ത് ഫംഗ്ഷനുള്ള ഇറിഡിയമുള്ള ഗജമുത്തിന്റെ അടുക്ക് നാളെ വിരിയുന്ന ചെമ്പരത്തി മൊട്ടുണ്ടല്ലോ, ചെമ്പരത്തി മൊട്ട്, നാളെ വിരിയുന്ന മുട്ട് ഇന്ന് കൊണ്ടുവച്ചാൽ അത് കാലം തെറ്റി അപ്പം വിരിയും ഈ ഇതിൽ ഇറിഡിയം ഉണ്ടെങ്കിൽ എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം.
അപ്പോൾ അതിലേക്ക് ഇവരെന്തൊക്കെയോ കള്ളം ഇപ്പം നമ്മൾ ഈ മെൻ്റലിസ്റ്റ് ആൾക്കാരിപ്പോൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ മാജിക്ക് കാണിക്കുന്നു. അതേമാതിരി ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്ത് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വന്നത് ഇരുതലമൂരിയുടെ കാര്യം. ഇരുതലമൂരിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുതലമൂരി കച്ചവടത്തിന് നമ്മുടെ കേരളത്തിൽ ഇരുതലമൂരികളൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്മൾ പിടിച്ച പലരും പറയുന്നത് ആന്ധ്രയിലും ഒറീസയിലും ജാർഖണ്ഡിലും ഒക്കെ ഉള്ള ഈ കാടുകളിൽ നിന്ന് നക്സൽസ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് വലിയ ഇരുതലമൂരികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇരുതലമൂരികൾ ആന്ധ്രയിലുമൊക്കെ പോയിട്ട് ആൾക്കാർ 2 ലക്ഷം 2.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി കൊണ്ടുവന്ന് തീറ്റയെല്ലാം കൊടുത്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കും. എന്തിന്? കാരണം ഇരുതലമൂരിയുടെ കേസിൽ ഈ 4.5 കിലോ 5 കിലോ എന്താണ് അതിൻ്റെ ഒരു അളവ് പോലെന്ന് എനിക്കറിയില്ല. ഈ 5 കിലോ ഉള്ള ഇരുതലമൂരിക്ക് പിന്നെ കോടികളാണ് വില പറയുന്നത്. കോടികൾ എന്ന് വെച്ചാൽ 1 കോടി 1 കോടി 2 കോടിയല്ല, 1000 കോടി 1500 കോടി എന്നാണ് വില പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. കാരണം 1000 കോടി നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അവനും കണ്ടിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ പലപ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് 1000 കോടി വില പറഞ്ഞ് ഇരുതലമൂരിയെ പിടിക്കാൻ പോകുന്ന ഒരു സൂട്ട് കേസിൽ പൈസ ആയിട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മുകളിൽ വെച്ച 1-2 നോട്ട് അവന് കാണിച്ചു കൊടുക്കും. ഇനി ഒരു തമാശ പറയാം. അതായത് ഇപ്പോൾ ഉള്ള ഡിനോമിനേഷൻ നോട്ട്സിൽ ഏറ്റവും വലുത് 500 രൂപയുടെ നോട്ടാണ്. ഈ 500 രൂപയുടെ ഒരു നോട്ടിന് 1.15 ഗ്രാംസ് ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 1.15 ഗ്രാംസ് ആണ്. ഇനി 1 കോടി രൂപ എന്ന് പറയുന്ന 500 രൂപയുടെ 20,000 നോട്ട് വേണം. അതറിയാലോ, 20,000 നോട്ട് വേണം. അപ്പോൾ 1.15 ഇൻറ്റു 20,000, അതായത് 1 കോടിക്ക് ഏതാണ്ട് 23 കിലോ നോട്ട് വേണം. 500 രൂപയുടെ 23 കിലോ നോട്ട് 1 കോടിക്ക് വേണം. അപ്പോൾ 1000 കോടിക്കോ 23,000 കിലോ നോട്ട് വേണം 500 രൂപയുടേത്, അതായത് 23 ടൺ. ഇനി അടുത്തത് 23 ടൺ എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക, റബ്ബർ തടി കൊണ്ടുപോകുന്ന വലിയ ലോറി. ആ ഒരു ലോറിയിൽ എത്ര റബ്ബർ തടി കയറ്റും? സാധാരണ 10 ടൺ അല്ലെങ്കിൽ 12 ടൺ. ചിലപ്പോൾ അവർ ടാക്സ് വെട്ടിക്കാനായിട്ട് 16 ടണ്ണൊക്കെ കയറ്റുന്നുണ്ടെങ്കിലും ജനറലി 10 ടൺ ടു 12 ടണ്ണാണ്. അങ്ങനെ നോക്കിയാൽ 2 ലോറി ലോഡിലോട്ട് അതിന് വേണം. പക്ഷേ അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? റബ്ബർ തടി കണക്കല്ല ഇത് എന്ന് വെച്ചാൽ നോട്ട് കെട്ടാ, വോളിംനെസ്സാണ്, വോളിയം കൂടുതലാണ്. അതായത് ഒരു 3 ടൺ അല്ലെങ്കിൽ 5 ടൺ നോട്ടേ ഒരു ലോറിയിൽ കയറുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1000 കോടിയിൽ ഒരു ഇരുതലമൂരിയെ വാങ്ങിക്കാൻ നമ്മൾ 5 ലോറി ലോഡ് നോട്ടുമായിട്ട് പോകണം. പക്ഷേ ഈ ഇതിലുള്ള അഡ്വാൻറ്റേജ് എന്താ? അവർക്കും അറിയത്തില്ല എത്ര നോട്ട് വരും 1000 കോടിയെന്ന്, നമുക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സൂട്ട് കേസിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള ചില നമ്പേഴ്സ്, അതിപ്പം അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ ബുക്കിനകത്ത് എഴുതിയത് കൊണ്ടും ഇദ്ദേഹം ചോദിച്ചത് കൊണ്ടും ഞാൻ പറഞ്ഞതാണ്. ഈ ഡിമോണിറ്റൈസേഷൻ മുമ്പുള്ള 2000 ഡിനോമിനേഷൻ ആണെങ്കിലും കടുക്കുമായിരുന്നു. ഇതിപ്പോൾ 500 ആയതുകൊണ്ട് പറയേ വേണ്ട. അതെ അതെ. അപ്പോൾ ഇത്രയും പൊടിക്കൈകൾ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് വന്യജീവികളുടെ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ആൻ ഇലാബറേറ്റ് മെക്കാനിസം അല്ലേ? ഒരു ഡീപ്ലി എൻട്രൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു പാത്വേ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് പറയുന്നത്, ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഇല്ലുമിനാറ്റി, അതുപോലെ നമ്മുടെ ആഗോള വന്യജീവി കള്ളക്കടത്ത് മാഫിയ ഇല്ലുമിനാറ്റി എന്നൊരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ ശൃംഖലകൾ വ്യാപിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ പിടിക്കുന്നത് കൊള്ളിമീനുകളെയാണോ അതോ വമ്പൻ സ്രാവുകളെയാണോ? അവരിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ? അതിലെ ഒരു കാര്യമുള്ള വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ്ങിൽ ഈ ശരി പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പലപ്പോഴും മ്യൂൾസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഉണ്ട്, അവരായിരിക്കും കൂടുതലായിട്ട് ഈ സാധനങ്ങൾ കച്ചവടത്തിന് വരുന്നത്. ഇപ്പം ഈ ശരിക്ക് ഇപ്പോൾ ഒരു കടുവത്തോല് നമ്മളൊരു സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ തന്നെ വെടിവെച്ച കടുവ ആവണമെന്നില്ല. നമ്മൾ ഒരു പ്രാവശ്യം കോഴിക്കോട് നിന്ന് പിടിച്ച കടുവത്തോല് വന്നത് വയനാട് നിന്നാണ്, അല്ല ബാംഗ്ലൂരിൽ നിന്നാണ്, കർണാടകയിൽ നിന്നാണ്. ഒരു പ്രാവശ്യം വടശ്ശേരിക്കര വെച്ച് പിടിച്ച ഒരു ആനക്കൊമ്പ്, ആക്ച്വലി അത് ആനക്കൊമ്പ് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനപ്പൂർവ്വം ആരും വേട്ടയാടിയതല്ല. ഒരു ആന കാട്ടിനകത്ത്, അതായത് നമ്മൾ ഗവിക്ക് പോകുന്ന വഴിയിൽ കക്കി ഡാമിൻ്റെ അവിടെ 11 KV ലൈനിൽ അറിയാതെ തുമ്പിക്ക് എത്തിപ്പിടിച്ചപ്പോൾ കറണ്ടടിച്ച് വീണ് ചത്ത് കിടന്ന ആനയാണ്. പക്ഷെ അത് ആരും കാണാത്തതുകൊണ്ട് ആദിവാസികൾ ആനക്കൊമ്പ് ഊരിക്കൊണ്ടുവന്ന് കച്ചവടത്തിന് വന്നതാണ്, അല്ലാതെ അത് കോച്ചിങ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ ശരിക്ക് അത്രയും മാത്രം ഇത് അന്വേഷിച്ചു പോയി ഇതിലോട്ട് ഒറിജിനൽ സോഴ്സിലോട്ട് എത്തുന്നത് വളരെ കുറവാണ്. സാധാരണ രീതിയിൽ ഒരു പൊസഷൻ വെച്ചിട്ട് നമ്മൾ കേസ് ചാർജ് ചെയ്യണം, അതൊരു സോറി ഫിഗറാണ്. പക്ഷെ ഈവൻ തന്നെ അതാണ് ശരിക്കും. ഇപ്പം ഒരു ഇത് പറഞ്ഞപ്പോഴാണ് അഗളി ടൗണിൽ വെച്ചിട്ട് ഒരു ദിവസം രാത്രി ഒരു പുലിത്തോല് പിടിച്ചു. ഒരു ഓട്ടോറിക്ഷയിൽ വന്ന ഒരു അയാളുടെ വീട്ടിൽ സംഭവം അയാളുടെ ആടിനെയോ മറ്റോ പിടിച്ച പുലി അവർ വെടിവെച്ചു കൊന്നതാണ്. പുലിത്തോല് പിടിച്ചു. എന്നിട്ട് അതിൻ്റെ പക്ഷേ വളരെ ഇഫക്റ്റീവായിട്ട് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലോട്ട് കാര്യങ്ങൾ പോയി. അന്വേഷിച്ച് പോയപ്പോൾ ആ പുലിയുടെ അസ്ഥികൂടവും മറ്റും ഇവരെ വീട്ടിൽ നിന്ന് കിട്ടി. പക്ഷേ ഇറച്ചി, ആ പുലിയുടെ ഇറച്ചി അവർ തിന്നു കഴിക്കണം. അവരുടെ കുടുംബം
പുലിയുടെ ഇറച്ചി ഓടിന്റെ മുകളിലിട്ട് ഉണക്കി തിന്നു കഴിക്കും. അപ്പൊ അവർ പറയുന്നത് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കട്ടി എന്ന്. നമ്മൾ സാധാരണ മാനിനെയും പ്ലാവിനെയും ഒക്കെ തിന്ന് കേട്ടിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാർണിവോഴ്സിനെ തിന്നുമെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ലോജിക്കൽ കൺക്ലൂഷൻ നടന്ന കേസുകൾ ഇല്ല എന്നല്ല, പക്ഷെ ജനറലി ഈ നമ്മൾ ഈ ശരിക്കുള്ള കള്ളക്കടത്ത് ശൃംഖലയിലോട്ട് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. പിന്നെ രണ്ടാമത്, കേരളത്തില് കൂടുതലായിട്ടും ട്രേഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ഒന്ന് ഐവറിയാണ്, രണ്ടാമത് മറ്റേ ടോർട്ടിസ്, പിന്നെ ടർട്ടിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ വരുന്ന പാങ്കോളിൻസ് ആണ്. വേൾഡ് ഓവർ നോക്കുകയാണെങ്കിൽ ഈനാമ്പേച്ചികളാണ് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കള്ളക്കടത്തിന് വിധേയമാകുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് ഓവർ ഈനാമ്പേച്ചിയുടെ തന്നെ പാങ്കോളിന് വേണ്ടി വേൾഡ് പാങ്കോളിൻ ഡേ ഉണ്ട്. ശരിക്കും എല്ലാ വർഷവും ഫെബ്രുവരി 3-ാമത്തെ ശനിയാഴ്ച വേൾഡ് പാങ്കോളിൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. കാരണം പാങ്കോളിൻ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ പലരും അതിനെ പിടിച്ചിട്ട്, അതിനും ഈ പറഞ്ഞ മാതിരിയുള്ള ആഫ്രോഡെസിയാക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലാതെ അംദീൻ നമ്പർ ഓഫ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് അവർ അതിനെ അട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പാങ്കോളിൻ്റെ ഇറച്ചി തിന്നിട്ട് അതിൻ്റെ സ്കെയിൽസ് പലരും വിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സ്കെയിൽസാണ് പിന്നെ നമ്മൾ ഈ പോറസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഉണ്ട്, അതായത് ഇൻഡോ നേപ്പാൾ ബോർഡർ, ഇൻഡോ ബംഗ്ലാദേശ്, ഇൻഡോ മിയാൻമാർ, ഇൻഡോ ചൈന, ഇങ്ങനെയുള്ള ബോർഡേഴ്സിലൂടെയാണ് ഇത് വെളിയിൽ പോകുന്നത് കൂടുതൽ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കൊച്ചി എയർപോർട്ടാണ് ഈ ഇന്ത്യ ആസ് സച്ച് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ വേൾഡ് വൈൽഡ് ട്രാഫിക്കിങ്ങിൽ 20ാമത് വരുന്ന ഒരു രാജ്യമാണ്. എയർ ട്രാഫിക്കിൽ നോക്കുകയാണെങ്കിൽ 10ാമതാണ്. കാരണം ഇന്ത്യയിൽ വേൾഡ് ഓവറുള്ള വന്യജീവികളുടെ ഏതാണ്ട് 80% ഇന്ത്യയിലാണ്. തന്നെയല്ല, ഇത്രയും മറ്റേ മനുഷ്യരുടെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുക ഏതൊരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. താങ്ക് യു സോ മച്ച് സാർ. വളരെ ആധികാരികമായി സാർ നിങ്ങൾക്ക് ആ പോയിന്റ്സ് പറഞ്ഞു. ലെറ്റ്സ് ഓപ്പൺ ദിസ് ഫോർ എ Q&A. ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഈ അൺഅക്കൗണ്ടഡ് മണി അതിൻ്റെ ഒരു റാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു പാരലൽ എക്കോണമി തന്നെ പല രാജ്യങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, അതുപോലെ ഈ നാർക്കോട്ടിക് ട്രേഡ് ആണെങ്കിലും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഈ പണത്തിൻ്റെ, അതുപോലെ ഇപ്പോൾ ഈ ആൻറ്റിക്സിൻ്റെ ട്രേഡ്, ആൻറ്റിക്വറിയൽ മെറ്റീരിയൽസ് ഒരുപാടുള്ള. ഇപ്പോൾ നമുക്കറിയാം മോൻസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ് അവിടെ അനിതാ പില്ലായിലൊക്കെ വന്നിട്ട് ശരിക്കും ഫോറിൻ കറൻസിയുടെ ഹവാലയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹവാലയുമായിട്ടൊക്കെ ഇത് ബന്ധപ്പെടുന്നതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ, ഇത് ഒരു നമ്മൾ പിടിക്കുന്നത് ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. കാരണം ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഓഡിയൻസിനോട് ചോദിച്ചു, ആരും ഗജമുത്തൊന്നും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ വന്യജീവി കള്ളക്കടത്തെന്ന് പലർക്കും അറിയത്തു പോലും ഇല്ല. അതാണ് ഇപ്പോൾ നമ്മളുടെ സിനാരിയോ. ആക്ച്വലി ഒരു റീച്ചിങ് ഔട്ട്, സാധാരണ പബ്ലിക്കിലോട്ട് ഈ കാര്യങ്ങൾ അവയർനെസ് ഉണ്ടാക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. അപ്പം എന്നാൽ മാത്രമേ, അല്ല നമ്മളിപ്പോൾ പ്രോബ്ലി ആന അല്ലെങ്കിൽ കടുവ, പുലി, ഇത്ര മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പോൾ അല്ലാതെ സാറ് പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ മോൺസൺ അദ്ദേഹത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു, ഇപ്പം ഇന്നത്തെ കാലത്ത് പോലും എന്തുമാത്രം പറ്റിപ്പാണ് ഈ എന്താണ് മോശമടിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നത്. അതും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ല അതിൽ പെടുന്നത്. അപ്പോൾ അതേമാതിരി 100% ഇത്തരത്തിലുള്ള ഈ വൻ പൈസ തിരിമറി നടക്കുന്നത് മാത്രമല്ല, ബാക്കിയുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ വെപ്പണോ നമ്മൾ കള്ളക്കടത്ത് നടത്തുന്നതിൽ നിന്നും ഇതൊരു കള്ളക്കടത്താവുന്ന ശിക്ഷ വളരെ കുറവാണ്, പൈസ കൂടുതലുമാണ് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് കുറഞ്ഞ ഒരു മേഖലയായതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. 100% ഇത് ബാക്കിയുള്ള ഈ ആയുധ കള്ളക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് അല്ലെങ്കിൽ മനുഷ്യ കള്ളക്കടത്ത് ഈ സാധനങ്ങളുമായിട്ട് ഇത് ലിങ്ക്ഡ് ആണ് താനും. പക്ഷേ ഈ നമ്മളുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് ഉള്ള ഒരു പരിമിതികളുണ്ട്, കാരണം അറിയാമല്ലോ. പ്രത്യേകിച്ച് വനം വകുപ്പ് എന്ന് പറയുമ്പോൾ, പിന്നെ വേറൊരു കാര്യം, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറഞ്ഞ് CBIക്ക് തുല്യമായിട്ടൊരു ഏജൻസിയുണ്ട്. അതാണ് നാഷണലി വൈൽഡ് ലൈഫ് ക്രൈംസ് നോക്കുന്നത്. പക്ഷേ അവരൊരിക്കലും CBIയോളം വെൽ എക്യുപ്ഡ് അല്ല, അണ്ടർ സ്റ്റാഫ്ഡും ആണ്. അപ്പം അങ്ങനെയുള്ള ഏജൻസീസ് ഉണ്ട്, പക്ഷേ അത് ഒരിക്കലും അത് പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Any other questions from the audience? നമസ്കാരം സാർ. സാറിപ്പോൾ ഈ ഒഫീഷ്യലി ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ ഒരു ഗ്യാങ്ങിന് അവർക്ക് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ തലത്തിലും ബാക്കിയുള്ള തരത്തിലുള്ള ഇൻഫ്ലുവൻഷ്യൽ എങ്ങനെയെങ്കിലും അത് ഇൻഫ്ലുവൻസ് അവർക്ക് എങ്ങനെയാണ് അവരുടെ ഈ ഒരു അണ്ടർവേൾഡ് അവർക്ക് സർക്കാർ തലത്തിലും ഒഫീഷ്യൽ തലത്തിലുമൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉള്ള കൂട്ടരാണോ? അത് സാറിൻ്റെയൊക്കെ ഒഫീഷ്യൽ ഇങ്ങനെ റെയ്ഡിനും ഇതിനുമൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെയുള്ള ഇടപെടലുകൾ ബാധിച്ചിട്ടുണ്ടോ? അത് ഒരു കാര്യമുണ്ട്, ഏതൊരു ഇതിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ
നമ്മൾ സാധാരണ ഇൻ്റലിജൻസ് സെല്ലിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ടോപ്പ് ലെവലിലുള്ള റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ മറ്റേ DFO ഇങ്ങനെയുള്ള തലത്തിൽ അറിയിച്ചിട്ടായിരിക്കും പോകുന്നത്. കാരണം ഫീൽഡ് സ്റ്റാഫ് പലപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ള കാടിനകത്ത് ഒരിക്കലും അവരങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നില്ല. പക്ഷേ ഇൻ ഡ്യൂ കോഴ്സ് ചിലപ്പോൾ ആൾക്കാർ എന്നും കാണുന്ന ആൾക്കാരായിരിക്കും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പെട്ടെന്ന് അവരെ ഇതിലുണ്ടെന്നറിയുമ്പോൾ അവർക്ക് തന്നെ ഒരു ഷോക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള അപൂർവം ചിലപ്പോൾ അൺഹോളി നെക്സസ് ഉണ്ടായേക്കാം. പക്ഷേ ഒരിക്കലും ആ മുകളിലോട്ടുള്ള ലെവലിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ഓപ്പറേഷന് പോകുമ്പോൾ കഴിവതും മിനിമം ആൾക്കാർ അറിയിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ അതുകൊണ്ടുള്ള ഒരു റിസ്ക് ഇതാണ്, ചിലപ്പോൾ നമുക്ക് തല്ല് കിട്ടാനോ തടഞ്ഞു വയ്ക്കാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പെട്ടുപോകാറുണ്ട്. ഓക്കെ, ടു സബ്മിറ്റ് ഓൾ അപ്പ്, ഞാൻ ട്രിവാൻഡ്രം മാർനല്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾ പുതിയ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി എൻവയൺമെൻറ്റൽ നാരറ്റീവ്സ് എന്നൊരു കോഴ്സ് എടുക്കുന്നുണ്ട്. അതിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഹെൻറി ഡേവിഡ് തോറോയും ഉൾപ്പെടെ പലരെയും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ആന്ത്രോപോസെൻട്രിസം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് മനുഷ്യനാണ് സെൻറ്റർ ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് വേൾഡ്. മനുഷ്യന് വേണ്ടി ബാക്കിയുള്ള ഏത് ജീവിയെയും സ്പീഷീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഫിലോസഫി നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. പകരം നമ്മളെല്ലാവരും ഈക്കോ കോൺഷ്യസ് ആവണം, ഈക്കോ കോൺഷ്യസ്നെസ് അഡോപ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അത് പ്രബുദ്ധരായ മലയാളികൾ നമ്മളെ കൊണ്ടത് സാധിക്കും. പ്രത്യേകിച്ച് വസുദേവ കുടുംബത്തിൻ്റെയും ലോകമേ തറവാട് അങ്ങനെ മഹത്തായ ദാർശനിക പാരമ്പര്യങ്ങളുടെയൊക്കെ നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ ഒരു ആശയം ജനറൽ പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ക്ലാസ് മുറികളിലുള്ള കോഴ്സുകളിൽ, ക്ലാസ് മുറികളിൽ ഒതുങ്ങിക്കിടക്കുന്ന ലെക്ചറുകളിലും കോഴ്സ് മുറികളെക്കാളും ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ MBIFL പോലുള്ള പൊതുവേദികളിൽ അനിസാറിനെ പോലെയുള്ളവർ നടത്തുന്ന ഈ ഒരു ചർച്ചയാണ്. അതിന് മാതൃഭൂമിക്കും അനിസാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. യു ഡിസേർവ് ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്രീസിയേഷൻ സർ. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് എൻലൈറ്റനിങ് കോൺവെർസേഷൻ. താങ്ക് യു മാതൃഭൂമി ഫോർ ഓർഗനൈസിങ് ദിസ്, ആൻഡ് താങ്ക് യു ഓഡിയൻസ് ഇത്രയും ലൈവ്ലി ആൻഡ് എൻഗേജിംഗ് ആയിട്ട് ഞങ്ങളുടെ സെഷൻ ലിസൺ ചെയ്തതിന്. താങ്ക് യു. ഇത്തരം ഒരു അവസരം തന്ന മാതൃഭൂമിക്ക് നന്ദി.